Hello everyone. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA-കാരുടെ കോംപ്ലിമെൻ്ററി പേപ്പർ ആയിട്ടുള്ള 4th സെമസ്റ്ററിലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി 1857 ടു പ്രസൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിലെ 4th മൊഡ്യൂൾ ആയിട്ടുള്ള ഇന്ത്യ ദി റിപ്പബ്ലിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് വീണ്ടും പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട്, അതുപോലെ ആക്ട് ഓഫ് 1935 എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ് ആക്ടിനെ കുറിച്ചിട്ട്, പിന്നെ നമ്മുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് നമുക്കറിയാം നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഒരു ഫെഡറൽ ഘടനയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ എമർജൻസിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ഈ LPG എന്ന് പറയുന്നൊരു സംഭവം അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ്സ് ആസ് ദ ബെഡ് റോക്ക് ഓഫ് ഇന്ത്യാസ് ഡൊമസ്റ്റിക് ഗവേണൻസ് എംപവേറിംഗ് ദ വാല്യൂ ഓഫ് ജസ്റ്റിസ്, ഇക്വാളിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി. അപ്പോൾ നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, അങ്ങനെ പല മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ ഭരണത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. 1950 ജൂലൈ 26 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. കൊളോണിയൽ കാലത്തെ നിയമങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സ്ഥാപിക്കുന്നത് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിലൂടെയാണ്. ഇനാക്റ്റഡ് ഓൺ January 26, 1950, it replaced the colonial era laws and established India as a sovereign, socialist, secular, democratic and republic. ഇത് മറക്കരുത്. ഇന്ത്യ എന്ന് പറയുന്നത് സോവറിനും സോഷ്യലിസ്റ്റും സെക്യുലറും ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും കൂടിയാണ്. അപ്പോൾ ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്നത് ഏകദേശം 3 വർഷം കൊണ്ടാണ് ഈ ഒരു ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്, രൂപകൽപ്പന ചെയ്യുന്നത്. ക്രാഫ്റ്റഡ് ഓവർ നിയർലി 3 years ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരണം, ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അങ്ങനെ പല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പല പ്രൊവിഷൻസും നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ 3 വർഷം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് രൂപകൽപ്പന ചെയ്യുന്നത്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. 25 ഭാഗങ്ങളും 448 ആർട്ടിക്കിൾസും 25 പാർട്സും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്കെഡ്യൂളുകളും അമെൻമെൻറ്റ്സുകളും ഒക്കെ തന്നെ ഇതിനകത്തുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ഈസ് ദ ചെയറിംഗ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് ദ ചീഫ് ആർക്കിടെക്ട്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ ഇതിൻ്റെ ഒരു മുഖ്യ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്നതിൽ ഒരുപാട് ഉണ്ടായിരുന്നു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിലിനേറ്റ്സ് ദ ഫ്രെയിംവർക്ക് ഓഫ് ഗവേണൻസ്, ഡിലിനേറ്റിംഗ് ദ റോൾസ്, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് വേരിയസ് ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈൽ സേഫ് ഗാർഡിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് സിറ്റിസൺസ് ഡ്യൂട്ടീസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മൗലിക അവകാശങ്ങൾ, അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ, പൗരന്മാരുടെ കടമകളൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിനോടൊപ്പം വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ പങ്കുകളെക്കുറിച്ചിട്ടും അവരുടെ പവറിനെ കുറിച്ചിട്ടും അവർക്കുണ്ടാവുന്ന ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ തന്നെ നിർവചിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഫ്രെയിംവർക്കിനകത്ത് നിർവചിച്ചു വെച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള മാറുന്ന കാലവുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള അമെൻമെൻറ്റുകൾ, ഭേദഗതികൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പോൾ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന സിറ്റുവേഷൻ അല്ല ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് വന്നുകൊണ്ടേയിരിക്കണം. അതിനെയാണ് അമെൻമെൻറ്റ്സ് എന്ന് പറയുക, ഭേദഗതികൾ വരുത്തുക എന്ന് പറയാം. അങ്ങനെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു നല്ല ഊർജ്ജസ്വലമായിട്ട് നിൽക്കുകയാണെന്ന് പറയാം. നമ്മുടെ കേന്ദ്രത്തിൻ്റെ അധികാരം അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സ്വയം ഭരണം തമ്മിലുള്ള ഒരു ബാലൻസ് എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്. ഒരു ഫെഡറൽ ആയിട്ടുള്ള, യൂണിറ്ററി ആയിട്ടുള്ള പലതരത്തിലുള്ള സവിശേഷതകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. നമ്മുടെ പ്രസിഡൻ്റാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവനായിട്ട് നിൽക്കുന്നതും പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഹെഡായിട്ടുമാണ് നിൽക്കുന്നത്. അതുപോലെ നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമുള്ളതും അതുപോലെ പാർലമെൻ്ററി സർക്കാർ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ ഒക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയിലൂടെ എന്ത് ചെയ്യാണ് നമ്മുടെ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഭരണഘടന പറയുന്നുണ്ട്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിനകത്ത് എന്തൊക്കെയാണ് വിടുക, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങളാണ്
ഇടപെടാതെ, ഇത് ഡിഫൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂണിയൻ ലിസ്റ്റിനകത്താണ് വരിക. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളുടെ ജൂറിസ്ഡിക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് സംസ്ഥാനങ്ങൾ ഏതൊക്കെ തരത്തിലാണ്, ഇപ്പോൾ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സ്റ്റേറ്റ് ആണ് അതിനകത്ത് ഇടപെടുക. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ബോത്ത് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റിന് അധികാരമുള്ളതാണ്. ഇപ്പോൾ മാരേജ് ലോസ് ഒക്കെയാണ് കൺകറന്റ് ലിസ്റ്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അങ്ങനെ ഈ ഒരു അധികാരത്തെ വിഭജിച്ചിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റോട് കൂടിയിട്ടാണ്. അതുപോലെ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഈ ഒരു സെൻറ്ററിനെ ഓറിയൻറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ അധികാരം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ടും ഒക്കെ വിതരണത്തെ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഫെഡറലിസത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370 പോലുള്ള പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് വളരെ കർശനമായിട്ടുള്ള പ്രക്രിയയാണ്. കാരണം പെട്ടെന്ന് കയറിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ഭേദഗതി വരുത്താൻ വേണ്ടി പറ്റില്ല. പലതരത്തിലുള്ള ആർട്ടിക്കിളുകളും ഈ ഒരു സ്കെഡ്യൂളുകളും പാർട്ടുകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കയറിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പെട്ടെന്ന് ഭേദഗതി അതായത് അമെൻമെൻറ്റ് നടത്താൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിൽ നിന്നും 2/3 ഭൂരിപക്ഷവും അതുപോലെ സംസ്ഥാന നിയമസഭകളുടെ ഒക്കെ അംഗീകാരം ഒക്കെ തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സെൻറ്റർ എല്ലാതും നമ്മുടെ ടോട്ടലായിട്ട് നേഷൻ എന്ന് പറയുന്നത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പലതരത്തിലുള്ള ആവശ്യങ്ങളെയൊക്കെ തന്നെ പ്രതിനിധീകരിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഭരണഘടനയിൽ ചെറിയ ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഓവറോൾ ആയിട്ട് നമ്മുടെ ഭരണഘടനയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റിഗറർ പ്രോസസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ കർക്കശമായിട്ടുള്ളൊരു നടപടി അല്ലെങ്കിൽ കർക്കശമായിട്ടുള്ളൊരു രീതിയാണ് നമ്മുടെ അമെൻമെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിലുള്ളത്. അങ്ങനെ ജനാധിപത്യം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഒരു ജേണിക്ക് കറക്റ്റായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ എയിം എന്ന് തന്നെ പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ട് ഓഫ് 1935 ആണ്. അതായത് 1935 ഒരു ഇന്ത്യ ഗവൺമെൻറ് ആക്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയെ വളരെയധികം സ്വാധീനിച്ച ഒരു ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ആയിരുന്നു ആക്ട് ഓഫ് 1935 എന്ന് പറയുന്നത്. ആക്ട് ഓഫ് 1935 എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നിയമത്തിൻ്റെ പല പ്രധാന സവിശേഷതകളും നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ലെജിസ്ലേഷനിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു. അതുപോലെ ഒരു ക്രൂഷ്യൽ ഫേസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഫേസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. ഇത് എനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആയിരുന്നു. 1937 ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ത് ചെയ്ത് ഇത് കൊണ്ടുവരികയും ഇത് കെയിം ഇൻ ടു എഫക്റ്റ് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ത് ചെയ്ത് ഈ ഒരു റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് റിമൈനിങ് ഫോഴ്സ് ആൻറ്റിൽ ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ അതിനുശേഷം 1947 എന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻസിലേക്ക് പോവാണ്. ഇതിലൊരു മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഓട്ടോണോമി ഓഫ് പ്രൊവിൻസസ് ആണ്. പ്രൊവിൻസസിൻ്റെ ഓട്ടോണോമി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇലക്ഷൻസും ഫ്രാഞ്ചൈസ് എക്സ്പാൻഷനും അതുപോലെ പ്രൊവിൻസസിൻ്റെ റെക്കഗ്നിഷൻസ്, പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ എസ്റ്റാബ്ലിഷ് ചെയ്തതും അതുപോലെ ഫെഡറൽ കോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം 1937 എസ്റ്റാബ്ലിഷ് ചെയ്തതും അതുപോലെ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഒക്കെ വന്നത് ഈച്ച് പ്രൊവിൻസസിന് വന്നിട്ടുണ്ടായിരുന്നതും ഒക്കെ തന്നെ ഈ ഒരു ആക്ടോട് കൂടിയിട്ടായിരുന്നു. പിന്നെ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ബ്രിട്ടീഷ് ഇന്ത്യനെ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാനുവരി 26, 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കെയിം ഇൻ ടു എഫക്റ്റ് ആയപ്പോൾ അവിടെയും നമ്മൾ ഈ ഒരു കാര്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആക്ട് ഓഫ് 1935 ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് പോവാം. സോ ഈ നിയമം എന്ന് പറയുന്നത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന പ്രധാന പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് പ്രവശ്യ സ്വയംഭരണമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അത്, provincial autonomy എന്ന് പറയുന്നത്. So this federal structure envisioned all India federation comprising British India and the princely states. Also this federation never materialized. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഫെഡറൽ സർക്കാർ എന്ന് പറയുന്ന ഒരു ഘടന സ്ഥാപിക്കുക എന്നതായിരുന്നു അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു അഖിലേന്ത്യാ ഫെഡറേഷനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട്
നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഘടന എന്ത് ഫെഡറൽ ആയിട്ടുള്ള ഒരു അസംബ്ലി, അതുപോലെ സ്റ്റേറ്റ്സിൻ്റെ ഒക്കെ തന്നെ കൗൺസിലുകൾ അടക്കുന്ന ഒരു നിയമസഭ എന്നൊരു ആശയം ഈ ഒരു നിയമം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ എഫക്റ്റ് ആവാത്തതിന് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ് ഫെഡറേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിയമം എന്ന് പറയുന്നത് The act also abolished the system of diarchy in the provinces and introduced a provincial autonomy. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, പ്രവശ്യ സ്വയംഭരണം എന്ന് പറയുന്നത് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത്, ഡയാർക്കീനെ അവസാനിപ്പിച്ചുകൊണ്ട്. എന്നിരുന്നാലും ബ്രിട്ടീഷ് കിരീടത്തെ പ്രതിനിധീകരിക്കുന്ന ഗവർണറിൽ പ്രത്യേക അധികാരങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രൊവിൻസസിലെ സ്വയംഭരണത്തിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഗവർണർക്കും ഒരുപാട് തരത്തിലുള്ള അധികാരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ സ്വയംഭരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമനിർമ്മാണം എന്ന് പറയുന്നത് വീറ്റോ ചെയ്യാനും ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനും അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിയമനിർമ്മാണം നടത്താനുമുള്ള കഴിവ് ഉൾപ്പെടെ ഗവർണർക്ക് കാര്യമായിട്ടുള്ള അധികാരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവർണേഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ അധികാരം കുറച്ചുകൂടി കൂടുതലായിരുന്നു. ഇപ്പോൾ വീറ്റോയും ഓർഡിനൻസും, അതായത് ഗവർണറുടെ ഇഷ്ടപ്രകാരം ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നിയമം നിർമ്മിക്കുന്നതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയാം. അങ്ങനെ ഓർഡിനൻസുകളൊക്കെ തന്നെ കൊണ്ടുവരാനും സ്വതന്ത്രമായിട്ട് നിയമനിർമ്മാണം നടപ്പിലാക്കാനും ഒക്കെ തന്നെ ഗവർണർക്ക് അവിടെ അധികാരമുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വ്യാഖ്യാനിക്കുന്നതിനും സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ തന്നെ ഈ ഒരു നിയമം ഫെഡറൽ അപ്പീൽ കോടതി എന്ന് പറയുന്ന ഒരു കാര്യം സ്ഥാപിക്കുകയുണ്ടായി. അതായത് ഇപ്പോൾ സ്റ്റേറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള സർക്കാരുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, തർക്കം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് സൊല്യൂഷൻ കൊണ്ടുവരണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തരത്തിൽ ഒരു ഫെഡറൽ അപ്പീൽ കോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന മുൻഗാമി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരാൾ മുൻഗാമിയായിട്ട് അതായത് വന്നിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു. പിന്നെ കൊളോണിയൽ താല്പര്യങ്ങളാൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടതും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വയംഭരണവും സ്വാതന്ത്ര്യത്തിനുമുള്ള ഇന്ത്യൻ ജനതയുടെ ഒക്കെ തന്നെ ഓരോ കാര്യങ്ങളെയും അവരുടെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ അഭിലാഷങ്ങളെ പൂർണ്ണമായിട്ടും റെപ്രസെൻ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തെയാണ് 1935 ഈ ഒരു കാര്യം പറയുന്നത്. അതായത് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരണം എന്നുള്ള തിങ്കിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുകളെ ഉൾപ്പെടുത്തുന്നു, ഓരോ സ്റ്റേറ്റ് ആക്കുന്നു, ഓട്ടോണോമി കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നു, ഡയാർക്കി അവസാനിപ്പിക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മുടെ അഭിലാഷങ്ങളെ പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്ടേ ആയിരുന്നില്ല 1935 ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഗവർണറിൻ്റെ കേസൊക്കെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന്. അതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ the fundamental rights enriched the Indian Constitution form a crucial part of ensuring civil liberties and fostering a harmonious society. These rights guarantee individual freedoms, equality before the law, and the protection against discrimination, ensuring that all citizens can lead their lives with dignity and without fear of oppression. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലാണ് നമ്മൾ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ായിട്ടുള്ള സിവിൽ ലിബർട്ടീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഒരു സമൂഹം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പൗരസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അവരുടേതായിട്ടുള്ള അവകാശങ്ങളിൽ പറയുമ്പോൾ എന്താണ്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, സമത്വമുണ്ട്, നമ്മുടെ ഡിസ്ക്രിമിനേഷനെതിരായിട്ടുള്ള സംരക്ഷണം, അതായത് വിവേചനത്തിനെതിരായിട്ടുള്ള സംരക്ഷണം ഒക്കെ തന്നെ ഉറപ്പ് നൽകുന്നത് നമ്മുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. എല്ലാ പൗരന്മാർക്ക് അന്തസ്സോടെ കഴിയാനും ഒരു തരത്തിലുള്ള അടിച്ചമർത്തലുകളെയും ഭയക്കാതെ ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നത് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികളും നമ്മുടെ നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് ഇത് പറയുകയാണ്. അതായത് മതമോ വംശമോ ജാതിയോ അല്ലെങ്കിൽ ലിംഗഭേദമോ ഒന്നുമില്ലാതെ ഈ ജനനസ്ഥലം അല്ലെങ്കിൽ എന്ത് തരത്തിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള ഒരു വിവേചനവും ഇല്ലാതെ, ഇതൊക്കെ എന്താണ് നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ, ഇങ്ങനെ ഒരു വിവേചനവും ഇല്ലാതെ, പിന്നെ തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുകയും തൊഴിലിൽ വരെ അവസര സമത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഈ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്.
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. നമ്മളുടെ ഓരോ ഇപ്പം ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ സിറ്റിസണും എന്തുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒത്തുചേരാൻ വേണ്ടി പറ്റും, കൂട്ടായ്മയോട് കൂടിയിട്ട് അവർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ വേണ്ടി പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റും, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാ തരത്തിലുള്ള അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു ഫ്രീഡത്തിനകത്ത് പറയുന്നത്. ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ സൗഹൃദ ബന്ധം, അതുപോലെ ടോട്ടലായിട്ട് പബ്ലിക് ഓർഡർ, മാന്യതയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന തരത്തിൽ നമുക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. അതായത് മറ്റൊരു രാജ്യത്ത് പോയിട്ട് പോലെ ജീവിക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അപ്പം നമ്മുടെ രാജ്യത്ത് നമുക്ക് ഏത് രീതിയിൽ താമസിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും ഒത്തുചേരാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് റൈറ്റ് ടു ഫ്രീഡത്തിനകത്ത് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് നിർബന്ധിത തൊഴിലില്ലാതാക്കുക, മനുഷ്യക്കടത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നു. ഇപ്പോൾ ഫാക്ടറികൾ, ഖനികൾ അല്ലെങ്കിൽ മറ്റ് അപകടകരമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിയമിക്കുന്നതൊക്കെ തന്നെ നിരോധിക്കുന്നത് റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷനിലാണ്. അതായത് ചൂഷണത്തിനെതിരായിട്ടുള്ള ഒരു അവകാശം നമുക്കുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിർബന്ധിത തൊഴിലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർത്ത് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതായത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും അവരുടെ മനസാക്ഷി പറയുന്നതിനനുസരിച്ചിട്ട് സ്വാതന്ത്ര്യമുണ്ട്. ഏത് മതത്തിൽ അവർ ജീവിക്കണമെന്നും അവർ ഏത് മതത്തിലാണ് താമസിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് മതം ആചരിക്കണം, പ്രചരിപ്പിക്കണം എന്നുള്ള അവകാശം ഒക്കെ തന്നെ അവർക്കുണ്ട്. മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവുന്ന ചില തരത്തിലുള്ള നികുതികളിൽ നിന്നൊക്കെ തന്നെ നിർദ്ദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ അവർക്ക് പരിരക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഏത് മതം വേണമെന്നുണ്ടെങ്കിലും ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് കൺവേർട്ട് ആവാം, നമുക്ക് ഒരു മതത്തിൽ തന്നെ വിശ്വസിക്കാം, അവിടെ ആചാരപ്രകാരം ജീവിക്കാം. എല്ലാ തരത്തിലുള്ള അവകാശവും എന്തുണ്ട്, ഫോർത്ത് വൺ ആയിട്ടുള്ള റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ പറയുന്നുണ്ട്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. അതായത് ഇതിനകത്ത് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളാണ് ഇതിൽ പറയുന്നത്. അതായത് ഏത് ഭാഷ, ലിപി, സംസ്കാരം ഇതൊക്കെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് നമ്മൾ പറയാറ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭാഷകളുണ്ടാവും, ലിപികളുണ്ടാവും, പലതരത്തിലുള്ള സംസ്കാരം ഉണ്ടാവും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സിൽ പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ റൈറ്റ്സിൽ പറയുന്നത് ഇപ്പോൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാവട്ടെ, ജാതിയോ ഭാഷയോ എന്തുമാവട്ടെ, ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നില്ലെന്ന് ഇതിൽ ഉറപ്പാക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ റൈറ്റ്സിലൂടെയാണ്. നമുക്കറിയാം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സിക്സ്ത് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള മൗലിക അവകാശങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു അവകാശം എന്തുണ്ട്, പൗരന്മാർക്കുണ്ട്. അതുപോലെ തന്നെ ഈ അവകാശങ്ങൾ എപ്പോഴും ജുഡീഷ്യറി ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ നമുക്ക് സമീപിക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ കൂടി. സെവൻത്ത് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫാണ്, ജീവിക്കാനുള്ള അവകാശമാണ്. നമുക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും പാർപ്പിടവും അല്ലെങ്കിൽ ഗവൺമെൻറ് നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ എന്നിവ ഉൾപ്പെടുന്ന നമ്മുടെ ഒരു അന്തസ്സോടുകൂടി ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് ജീവിക്കാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട് എന്നാണ് സെവൻത്ത് വൺ ആയിട്ടുള്ള റൈറ്റ് ടു ലൈഫ് എന്നുള്ള കാര്യത്തിൽ പറയുന്നത്. നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. എത്ര വിദ്യാഭ്യാസം നേടാനോ ആരോഗ്യത്തോട് കൂടിയിട്ടോ പാർപ്പിടവും ഭരണകൂടം നൽകുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്നിറ്റിയോടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. എയ്ത്ത് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. നമുക്കറിയാം മൗലിക അവകാശമായിട്ടാണ് റൈറ്റ് ടു എഡ്യൂക്കേഷനെ പറയുന്നത്. ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ട് എന്നാണ് ഇതിലൂടെ പറയുന്നത്. നയൻത്ത് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആണ്. വിവരാവകാശത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് മൗലിക അവകാശമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആണ്. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) ഇത് പറയുന്നത്. ഇത് പ്രകാരം പൗരന്മാർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ ഭരണത്തിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ഭരണം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അത് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഭരണത്തിലൊരു സുതാര്യതയും ഉത്തരവാദിത്വവും ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വിവരാവകാശം എന്ന് പറയുന്ന ഒരു കാര്യം, റൈറ്റ് ടു ഇൻഫോർമേഷൻ. എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും, അതായത് ഡിഫൻസിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ഓവറോൾ ആയിട്ടുള്ള ഗവൺമെൻറ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിവരാവകാശ നിയമപ്രകാരം അല്ലെങ്കിൽ മറ്റ്
സോഴ്സസ് പ്രകാരം നമുക്ക് വിവരങ്ങൾ അന്വേഷിക്കാനുള്ളൊരു അവകാശം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് പറഞ്ഞത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ട്. ഇപ്പം നമുക്ക് റൈറ്റുകളാണ്, നമ്മുടെ അവകാശങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ട്, നമുക്ക് കുറച്ച് കടമകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. So the fundamental duties outlined in Article 51A of the Indian Constitution serve as a reminder to citizens to their responsibilities towards the nation and the society. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്, നമ്മുടെ കടമകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 51A അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തോടും സമൂഹത്തോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ പൗരനും എന്ത് ചെയ്യണം, ഈ ഡ്യൂട്ടീസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇതിന് നമ്മുടെ ഭരണഘടനയിൽ ഇത് ഇല്ലായിരുന്നുവെങ്കിലും സോവിയറ്റ് മാതൃകയിൽ നിന്ന് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് 1976 42ാം ഭേദഗതിയിലൂടെയാണ് ഈ ഒരു ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബേ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റെസ്പെക്ട് ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. അതായത് ഭരണഘടനയെ അനുസരിക്കണം, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ഈ ഒരു ഇന്ത്യൻ നേഷനിലുണ്ടാവുന്ന ഓരോ പൗരന്മാരും, ഓരോ സിറ്റിസൺസും എന്താണ്, നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന തത്വങ്ങളും മൂല്യങ്ങളും ഒക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുകയും നമ്മുടെ ദേശീയ ചിഹ്നവും ദേശീയ പതാകയും ഗാനവും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാനം കാണിക്കുകയും വേണമെന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫോളോ ദ ഗ്രേറ്റ് ഐഡിയൽസ് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. അതായത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹത്തായിട്ടുള്ള ആദർശങ്ങളെ പിന്തുടരുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്രയും ആളുകൾ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയിട്ടുള്ള ത്യാഗമാണ് അവിടെ കാണുന്നത് അല്ലേ. അതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഒരു ഫ്രീഡം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ബഹുമാനിക്കേണ്ടതിൻ്റെയും സ്വാതന്ത്ര്യവും നീതിയും സമത്വവും എന്നുള്ള ആദർശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കേണ്ടതും എന്താണ്, നമ്മുടെ ഒരു കടമയാണെന്നാണ് ഇതിൽ പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി, ഇൻ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും ഒക്കെ തന്നെ സംരക്ഷിക്കുക. അപ്പോൾ നമുക്ക് രാജ്യത്തിനൊരു സോവറിനിറ്റി ഉണ്ട്. ആ സോവറിനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഉയർത്തിപ്പിടിക്കണമെന്നും നമ്മളത് ഉറപ്പുവരുത്തണമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള രീതിയിലൊരു യൂണിറ്റി കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സംരക്ഷിക്കണമെന്നും പൗരന്മാരോട് ആവശ്യപ്പെടുന്നു. ഇത് നമ്മുടെ ഒരു കടമയാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബി പ്രിപ്പയർഡ് ഫോർ ദ ഡിഫൻസ് ഓഫ് ദ കൺട്രി ആൻഡ് ഫോർ ദ സർവീസ് ഓഫ് ദി നേഷൻ. അതായത് രാജ്യത്തിൻ്റെ ഡിഫൻസിനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സേവനത്തിനും വേണ്ടിയിട്ട് തയ്യാറാവുക. നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ ഈ ഒരു നേഷൻ എന്ത് ചെയ്യണം, മറ്റു തരത്തിലുള്ള പ്രതിരോധത്തിൽ നിന്നൊക്കെ തന്നെ എന്ത് ചെയ്യണം, മറ്റ് ആക്രമണങ്ങളിൽ നിന്നൊക്കെ തന്നെ എന്ത് ചെയ്യണം, സംരക്ഷിക്കേണ്ടത്. അപ്പോൾ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രത്തെ സേവിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് promote fraternity among all irrespectives of religion, caste, language, region or division. അതായത് മതമോ ജാതിയോ ഭാഷയോ അല്ലെങ്കിൽ പ്രദേശമോ അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും കണക്കിലെടുക്കാതെ എല്ലാ വ്യക്തികൾക്കിടയിലും ഒരു സാഹോദര്യവും ഐക്യവും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് റെസ്പെക്ട് ആൻഡ് പ്രൊമോട്ട് ദ ഗ്രേറ്റ് കൾച്ചറൽ ലെഗസി ഓഫ് ദ നേഷൻ. അതായത് രാജ്യത്തിൻ്റെ മഹത്തായിട്ടുള്ള ഈ ഒരു സാംസ്കാരിക പൈതൃകത്തെ നമ്മൾ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടും പൈതൃകപരമായിട്ടും വളരെ സമ്പന്നമായ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നമ്മൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്മാരുടെയും കടമയാണ്. സെവൻത് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ഇപ്പോൾ വനങ്ങളാവട്ടെ, തടാകങ്ങൾ, നദികൾ, മറ്റ് വന്യജീവികൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം. ഇതൊക്കെ ഒരു പൗരൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. എയ്ത്ത് വൺ എന്ന് പറയുന്നത് ഡെവലപ്പ് എ സയൻറ്റിഫിക് അപ്രോച്ച്, ഹ്യൂമനിസം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് ദ എക്സ്പെരിമെൻ്റൽ എർഗ്. അതായത് ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനത്തെക്കുറിച്ചിട്ടും നമ്മുടെ മാനവികത, നമ്മൾ അന്വേഷിക്കാനുള്ളൊരു മനോഭാവം, നമ്മുടെ പരീക്ഷണാത്മക പ്രേരണ, അതെല്ലാത്തിനെയും വികസിപ്പിക്കുക. അതായത് നമ്മുടെ എല്ലാത്തിൻ്റെയും പുരോഗതി എന്ന് പറയുന്നത് വളർത്തിക്കൊണ്ട് നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള ചിന്തയാവട്ടെ, നമ്മുടെ മാനവികതയാവട്ടെ, അന്വേഷണ മനോഭാവമാവട്ടെ, ഇതൊക്കെ തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കടമ എന്ന് പറയുന്നത് പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നയൻത്ത് വൺ എന്ന് പറയുന്നത് അവോയ്ഡ് വയലൻസ് ആൻഡ് പ്രൊട്ടക്റ്റ് പബ്ലിക് പ്രോപ്പർട്ടി.
അക്രമം എന്ന് പറയുന്നത് ഒഴിവാക്കുകയും പൊതു സ്വത്ത് എന്ന് പറയുന്നത് സംരക്ഷിക്കേണ്ടതും ഒരു പൗരന്റെ കടമയാണ് എന്നാണ് പറയുന്നത്. പൗരന്മാർ ഒരിക്കലും അക്രമത്തിലും അതുപോലെ നശീകരണത്തിലും ഏർപ്പെടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതെന്നും പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഇതിൽ പറയുന്നത്. 10th വൺ എന്ന് പറയുന്നത് ഹെൽപ്പ് ദ നേഷൻ ടു പ്രോഗ്രസ്. നമ്മുടെ രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് സഹായിക്കുക അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ കടമയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പുരോഗതി എന്ന് പറയുന്നത് കൈവരിക്കണമെന്നും നമ്മുടെ വികസനത്തിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സംഭാവന നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ പൗരന്മാർക്ക് കഴിയണമെന്നും ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ മൗലികമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഐക്യത്തിനും അതുപോലെ പുരോഗതിക്കും ഒക്കെ തന്നെ നമ്മൾ സംഭാവന നൽകാനും പൗരന്മാർക്ക് എന്ന് പറയുന്നത് അവരെത്രത്തോളം അവർ ഈ കടമകൾ നിർവഹിക്കുന്നതിലൂടെ ഒരു ജനാധിപത്യ രാഷ്ട്രം വിജയത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലൂടെയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫെഡറൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടാണ്. ദ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ ആസ് എൻവിഷൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ്സ് എ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ്സ്. Initially, after independence, India was divided into states based on 3 categories: Class A, Class B and Class C states, along with the Class D for Andaman and Nicobar Islands. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഫെഡറൽ ഘടന അല്ലെങ്കിൽ ആ ഒരു ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ അധികാര വിഭജനം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തുടക്ക സമയത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, 3 വിഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസ് എ, ബി, സി എന്നുള്ള രീതിയിൽ. അങ്ങനെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് ക്ലാസ് ഡി എന്നിലാണ് പെടുന്നത്. എന്നിരുന്നാലും നമ്മൾ എന്താണ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഭാഷാ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യുന്നത്, തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഭാഷാടിസ്ഥാനത്തിൽ ഉയർന്നു വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർന്നു വന്ന് തുടങ്ങിയത്. അങ്ങനെ പ്രധാനമന്ത്രി നെഹ്റുവിൽ നിന്നുള്ള ആദ്യത്തെ എതിർപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി ഭാഷാപരമായിട്ടുള്ള സംസ്ഥാനങ്ങൾ വേണമെന്നുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് കൂടുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഭാഷാടിസ്ഥാനത്തിലാണ് ഇതാക്കിയിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടി ആദ്യ സമയത്ത് എന്താണ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ആദ്യം എന്ത് ചെയ്തു, അത് എതിർത്തെങ്കിലും പക്ഷേ ഭാഷാപരമായിട്ടുള്ള ഒരു സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം എന്ന് പറയുന്നത് കൂടി വരികയും അത് കുറച്ചുകൂടി ശക്തി പ്രാപിക്കുകയും അതുപോലെ ഒരുപാട് ഇപ്പോൾ ശ്രീരാമലുവിൻ്റെ ഒക്കെ തന്നെ നിരാഹാര സമരം പോലുള്ള കാര്യങ്ങളൊക്കെ വരികയും പിന്നെ അദ്ദേഹം മരണത്തിൽ വരെ അത് കലാശിക്കുകയും ചെയ്തോട് കൂടിയിട്ട് ആന്ധ്രാപ്രദേശിലെ ഉണ്ടായിരുന്ന ആ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് ഒരുപാട് പ്രസ്ഥാനങ്ങളിലേക്ക് നയിച്ചു. അങ്ങനെ 1953 ഫസൽ അലിയുടെ അധ്യക്ഷതയിൽ ഒരു പുതിയ സംസ്ഥാന പുനഃസംഘടന എന്നുള്ള രീതിയിൽ ഒരു കമ്മീഷനെ നിയമിക്കുന്നു. നെഹ്റു എന്ന് പറയുന്ന നെഹ്റുവിൻ്റെ സർക്കാരാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭാഷയുടെയും ഭരണപരമായിട്ടുള്ള സൗകര്യത്തിൻ്റെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1956 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു പുനഃസംഘടനാ നിയമം എന്ന് പറയുന്ന ഒരു കാര്യം പാസ്സാക്കുകയും ഇന്ത്യൻ യൂണിയനിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് വിഭജിക്കുന്നതിലാണ് അന്ന് അത് നയിച്ചിട്ടുണ്ടായിരുന്നത്. ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ബീഹാർ, അതുപോലെ മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഒറീസ, ബോംബെ, മൈസൂർ, ആന്ധ്രാപ്രദേശ്, മദ്രാസ്, കേരളം, ഗുജറാത്ത് ഇതൊക്കെയാണ് പുതുതായിട്ട് അന്ന് രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശും ഡൽഹി, മണിപ്പൂർ, ത്രിപുര, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ തുടങ്ങിയൊക്കെ തന്നെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് രൂപീകരിച്ചു. അങ്ങനെ ഒരു പുനഃസംഘടന ഉണ്ടായി. അതായത് ഭാഷാപരമായിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്കായിരുന്നു ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ എന്ത് ചെയ്തു, വീണ്ടും ഭാവിയിൽ സംസ്ഥാന രൂപീകരണ പ്രക്രിയകൾക്കൊരു കാരണമായി. അങ്ങനെ രാജപ്രമുഖ് പദവി ഇല്ലാതാക്കുകയും ഓരോ സംസ്ഥാനത്തും എന്ത് ചെയ്തു, ഗവർണർ പദവി സൃഷ്ടിക്കുന്നതിനും ഇത് കാരണമായി. അങ്ങനെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായി. പിന്നെ ഭാഷാ വൈവിധ്യത്തോട് കൂടിയിട്ടും അതുപോലെ നമ്മുടെ
ഭരണപരമായിട്ടുള്ള എഫിഷ്യൻസിക്കും വേണ്ടിയിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഭാഷാപരമായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് വരും വർഷങ്ങളിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ ഇപ്പോൾ തെലങ്കാനയുടെ കേസൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു സമയത്ത്. അപ്പോൾ അതേപോലെ ഇങ്ങനെ എന്ത് ചെയ്തു, പിന്നെ അങ്ങനെ ഇങ്ങനെ തിരിച്ച് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ തിരിച്ച് ഓരോ സ്റ്റേറ്റുകൾ ഉണ്ടായിട്ടാണ് ഇന്ന് ഇന്ത്യ എത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഭാഷാടിസ്ഥാനത്തിൽ വേണമെന്ന് പറഞ്ഞ ഒരാൾ നിരാഹാര സമരം ഇടുന്ന ശ്രീരാമുലു പോലുള്ള ആളുകൾ മരണത്തിലേക്ക് വരെ നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇഷ്യൂ വരെ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എമർജൻസിനെ കുറിച്ചിട്ടാണ്. The emergency provision in the Indian Constitution outlined in Article 352 to 360 empower the President of India to impose emergency rule in event of a threat to security of the nation due to war, external aggression or armed rebellion. നമുക്കറിയുന്ന ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് എമർജൻസി, അതായത് അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര വ്യവസ്ഥകൾ, അതായത് യുദ്ധമാവട്ടെ, ആക്രമണങ്ങളാവട്ടെ, അല്ലെങ്കിൽ കലാപങ്ങൾ ആവട്ടെ, അങ്ങനെ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ അടിയന്തര ഭരണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഒന്നാണ് എമർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ സോവറിനിറ്റിയുടെ യൂണിറ്റി, അതുപോലെ ഇൻറ്റഗ്രിറ്റി, സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യവസ്ഥ ലക്ഷ്യമിടുന്നത്. ഈ ഒരു അടിയന്തര ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരാണ് കാര്യമായിട്ടുള്ള രീതിയിൽ അധികാരമൊക്കെ തന്നെ ഏറ്റെടുക്കുന്നത്. അതുപോലെ അടിസ്ഥാനപരമായിട്ടൊരു ഫെഡറൽ ഘടനയിലൊരു ഏകീകൃത ഘടനയാക്കി മാറ്റുകയും ഇതിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭരണഘടനയിൽ 3 തരം അടിയന്തരാവസ്ഥകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നാഷണൽ എമർജൻസി, അതായത് ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ യുദ്ധം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള അഗ്രഷൻസ്, അല്ലെങ്കിൽ ആക്രമണങ്ങളൊക്കെ, അല്ലെങ്കിൽ സായുധ കലാപമൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഈ ഒരു നാഷണൽ എമർജൻസി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ടോട്ടലായിട്ട് ഒരു ഭീഷണിയുടെ ഒരു സ്വഭാവത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു ബാഹ്യ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഒരു ആന്തരിക അടിയന്തരാവസ്ഥ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ തരംതിരിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ എമർജൻസി എന്നും ഇന്റേണൽ എമർജൻസി എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ സ്റ്റേറ്റ്സ്, അതായത് ഒരു പ്രസിഡന്റ് റൂൾ ഉണ്ടാവുകയാണ്. അതായത് ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് ഒരു സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുമ്പോൾ, അതായത് ടോട്ടലായിട്ട് സ്റ്റേറ്റ് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, എമർജൻസി എന്നുള്ളൊരു കാര്യം, അതായത് പ്രസിഡന്റിന്റെ റൂളാണ് അവിടെ വരിക, രാഷ്ട്രപതിയുടെ ഭരണമാണ് അവിടെ ഉണ്ടാവുക. പിന്നെ ഫിനാൻഷ്യൽ എമർജൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അടിയന്തരാവസ്ഥ. ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു റിസഷൻ അല്ലെങ്കിൽ ഡിക്ലെയർഡ് ആസ് എ കേസസ് ഓഫ് ത്രെറ്റ് ടു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ സാമ്പത്തിക അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കോ അല്ലെങ്കിൽ ക്രെഡിറ്റിനോ ഭീഷണിയാവുന്ന സന്ദർഭങ്ങളിലൊക്കെയാണ് ഫിനാൻഷ്യൽ എമർജൻസി കൊണ്ടുവരുന്നത്. ഇനി ദ ഫസ്റ്റ് proclamation of national emergency occurred in 1962 during the Chinese aggression in northeastern India. Subsequent emergencies were declared in response to Pakistan aggression and internal disturbances, notably the controversial period of emergency from 1975 to 1977. അതായത് ഇനി നമ്മളിത് ഏത് രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. 1962 നമ്മുടെ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ചൈനീസ് അധിനിവേശത്തോടുകൂടെ കൂടിയിട്ടാണ് ഒരു നാഷണൽ എമർജൻസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പാകിസ്ഥാൻ്റെ അധിനിവേശത്തിലും അതുപോലെ മറ്റ് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മറുപടിയായിട്ടാണ് പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് 1975 മുതൽ 1977 വരെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ വിവാദപരമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ടോട്ടൽ ഭയങ്കര പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വ്യാപകമായിട്ട് ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കുന്ന തരത്തിൽ തിരഞ്ഞെടുപ്പ് വരെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതിലേക്കും ഒക്കെ തന്നെ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എതിരാളികളെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് കൂട്ടത്തോടെ കൊണ്ടുപോകുന്നതിനൊക്കെ തന്നെ ഇത് കാരണമായി. അതുപോലെ ഭരണഘടനാ വിരുദ്ധ അധികാരികളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ നടത്തുന്ന നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ മറ്റ് അധികാര ദുർവിനിയോഗത്തിനൊക്കെ തന്നെ ഈ ഒരു കാലയളവ് സാക്ഷ്യം വഹിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ 1977 ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. വളരെ വിമർശനങ്ങളും അതുപോലെ തന്നെ
ജനകീയ പ്രതിഷേധങ്ങളും കൊണ്ടാണ് ഈ ഒരു അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ വേണ്ടി കാരണമാവുന്നത്. ഇതൊരു പൊതു തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിലേക്കാണ് നയിച്ചത്. അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായത്തിലൊന്നായിട്ടാണ് നമ്മൾ ആ ഒരു എമർജൻസി പീരീഡ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 1975 മുതൽ 77 വരെയും ഈ അടിയന്തരാവസ്ഥയാണ്. നമ്മുടെ പൗരൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടാവുമല്ലോ, അവരുടേതായിട്ടുള്ള റൈറ്റ്സും ഡ്യൂട്ടീസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു റൈറ്റ്സും ഒരു ഫ്രീഡത്തെ എല്ലാം തന്നെ ഇന്ത്യ അബോളിഷ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ പൗരസ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതിൻ്റെയും അങ്ങനെ എല്ലാം നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ഒക്കെ തന്നെ ഒരു ആവശ്യകതയായിരുന്നു, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലായിട്ടായിരുന്നു ആ ഒരു എമർജൻസി പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷനെ കുറിച്ചിട്ടാണ്. 1990കളുടെ തുടക്കത്തിലാണ് ഇന്ത്യയിൽ നമ്മുടെ ഈ ഒരു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു LPG മോഡൽ കൊണ്ടുവരുന്നത്. അത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എയിംഡ് ടു പ്രൊപ്പൽ ദ കൺട്രീസ് എക്കോണമി ടുവേർഡ്സ് റാപ്പിഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻ്റഗ്രേഷൻ വിത്ത് ദ ഗ്ലോബൽ എക്കോണമി. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് വികസനത്തിലേക്കും അതുപോലെ നമ്മുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു സംയോജനത്തിലേക്കും ഒക്കെ തന്നെ നയിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ തന്നെ പറയുന്ന ഈ ഒരു LPG മോഡൽ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നത്. ലിബറലൈസേഷൻ എന്ന് പറയുന്നത്, അതായത് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ സർക്കാർ എന്ത് ചെയ്യാണ്, പലതരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനും സ്വകാര്യ മേഖലയുടെ, അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെയൊക്കെ തന്നെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളോട് കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു ലിബറലൈസേഷൻ എന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ മാർക്കറ്റിനെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ലിബറലാക്കി വിടുക, സ്വതന്ത്രമാക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ സാമ്പത്തിക മേഖലകൾ ഉൽപ്പാദനത്തിലും വ്യവസായങ്ങളും അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ തന്നെ ഈ ഒരു ലിബറലൈസേഷനോടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണമാണ്. സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ബിസിനസ്സുകൾ, മറ്റ് സർവീസസ്, എല്ലാ കാര്യങ്ങളിലും സ്വകാര്യ മേഖല അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വർദ്ധിച്ച തരത്തിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പൊതുമേഖലയിൽ നിന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പൊതുമേഖലയുടെ ഉടമസ്ഥ അവകാശത്തിൽ നിന്നുണ്ടായിരുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യാണ്, സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്നതാണ് ഇതിലൂടെ കാണാൻ വേണ്ടി പറ്റിയത്. അതുപോലെ ഒരുപാട് തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടും വളരെ കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ ഈ ഒരു പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ലക്ഷ്യമിട്ടു. അതായത് നമ്മളിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണ്. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ വളരെ ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ KSRTC ബസ്സും നമ്മുടെ പ്രൈവറ്റ് ബസ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന പ്രൈവറ്റ് ബസ്സുകളാണല്ലേ. അതേ ഒരു സാധനമാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ മേഖലകളും പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് തുറന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ലാഭവും അതുപോലെ നമ്മുടെ മാർക്കറ്റ് കൂടുകയും കോമ്പറ്റീഷൻ കൂടുകയും എഫിഷ്യൻസി കാര്യക്ഷമത കൂടുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്ലോബലൈസേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലോബലി അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. Globalization involves the integration of economies at the international level, facilitating the movement of goods, services, capitals and technology across borders. അതായത് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സേവനങ്ങളും അതുപോലെ നമ്മുടെ ഗുഡ്സും നമ്മുടെ ക്യാപിറ്റലും ടെക്നോളജിയും ഒക്കെ തന്നെ എന്ത് ചെയ്യാണ്, അതിർത്തി കടന്ന് നീങ്ങാൻ വേണ്ടിയിട്ട്, അതായത് മറ്റ് കൺട്രീസിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രേഡിനും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ തന്നെ ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. ഈ തടസ്സങ്ങളൊക്കെ തന്നെ മറികടന്നിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ആഗോള തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുമായിട്ട് എന്ത് ചെയ്യാണ്, കൂടിച്ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ 1991 ഒരുപാട് തരത്തിലുള്ള റിഫോംസ് ഉണ്ടായിരുന്നു. ആ റിഫോംസിന് മുമ്പ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് സംരക്ഷിക്കുന്നതിനും അതുപോലെ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആക്കുന്നതിനും ഒക്കെ തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോക വിപണിയിൽ നിന്ന് സ്വയം ഒന്ന് ഇന്ത്യയുടെ ഒരു സംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ആഗോള വിപണിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ എപ്പോഴും സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു നയമായിരുന്നു 1991 പരിഷ്കാരങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ
സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് ഈ റിഫോം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇതിനു മുമ്പ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മുടെ എക്കോണമിയിൽ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ് മാറ്റിപ്പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് ശേഷമാണ് 1991 ഈ റിഫോംസ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള LPG പോളിസി ഇൻക്ലൂഡ്സ് മെഷേഴ്സ് സച്ച് ആസ് ഫോറിൻ ടെക്നോളജി എഗ്രിമെൻറ്റ്സ്, ഡീറെഗുലേഷൻ, ടാക്സ് റിഫോംസ് ആൻഡ് പ്രൈവറ്റൈസേഷൻ, അതായത് വിദേശ സാങ്കേതിക കരാറുകളും അതുപോലെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാണ്ടാക്കൽ, നികുതിയിലുണ്ടാക്കുന്ന പരിഷ്കാരങ്ങൾ, സ്വകാര്യവൽക്കരണം, ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെയാണ് ഈ ഒരു LPG എന്ന് പറയുന്ന ഈ ഒരു പോളിസിയിൽ ഉണ്ടായിരുന്നത്. സർക്കാരിൻ്റെ ഇടപെടൽ കുറക്കുക, കുറച്ചുകൂടിയിട്ട് സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനും വ്യാപാരത്തിനും ഒക്കെ തന്നെ തുറന്നു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ്, ഒരു പരിഷ്കരണമാണ്, ഒരു റിഫോമാണ് ഉണ്ടാവുന്നത്. ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ GDPയിലെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആഗോള വിപണിയിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കുകയും പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിൽ എപ്പോഴും പങ്കെടുക്കാനും ഇന്ത്യ ടോട്ടലായിട്ടൊരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ ഉണ്ടാക്കിയത്. GDPയിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം കൂടി, സാമ്പത്തിക വളർച്ചയുണ്ടായി, ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് LPG മോഡൽ എന്ന് പറയുന്നതിന് കഴിഞ്ഞു എന്നാണ് ഇതിലൂടെ പറയുന്നത്. നരസിംഹ റാവു ആൻഡ് മൻമോഹൻ സിംഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ. അപ്പോൾ ഈ ഒരു ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 1991-90 കാലഘട്ടങ്ങളിൽ എന്ന് പറയുന്നത്, 1991 മുതൽ 1996 വരെ നരസിംഹ റാവു ആയിരുന്നു പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ വളരെയധികം വഴിത്തിരിവായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള LPG, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന നയങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയിൽ നിന്നും മാർക്കറ്റ് ഡ്രിവൺ ഒന്നിലേക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് വ്യത്യാസം വന്നു. അങ്ങനെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധനും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഈ ഒരു കാലയളവിൽ ധനമന്ത്രി എന്ന നിലയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹമാണ് പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ദ ഇക്കോണമിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇനീഷ്യേറ്റഡ് അഡ്രസ് ദ ഡയർ എക്കണോമിക് സിറ്റുവേഷൻസ് ആൻഡ് റെസ്ക്യൂ ഇന്ത്യ ഫ്രം ദ നിയർ ബാങ്ക്രപ്റ്റൻസി, അതായത് കടുത്ത സാമ്പത്തിക സാഹചര്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യയിലെ ഒരു തരത്തിൽ പാപ്പരാവുന്നതിൽ നിന്നൊക്കെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള പരിവർത്തനം ആരംഭിച്ചത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇന്ത്യയുടെ ഇക്വിറ്റി മാർക്കറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യുകയാണ്, വിദേശ നിക്ഷേപത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക. അതുപോലെ ലൈസൻസിങ്, ഇപ്പോൾ ഇവിടെ വ്യവസായം നടത്തണമെങ്കിൽ ലൈസൻസ് ഒക്കെ വേണമായിരുന്നു, ആ ലൈസൻസ് ഒക്കെ തന്നെ നിർത്തലാക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ, അതൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള ആധുനിക വ്യാപാര സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുക, അതൊക്കെ സ്ഥാപിക്കുക തുടങ്ങിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ ഈ ഒരു നരസിംഹ റാവുവും മൻമോഹൻ സിംഗും കൂടിയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് 1991 മുതൽ 96 വരെ നരസിംഹ റാവു ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. ആ സമയത്ത് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആരായിരുന്നു, ധനമന്ത്രിയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേര് കൂടി ചേർന്നിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ മൻമോഹൻ സിംഗ് പിന്നീട് 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇത്തരത്തിലുള്ള നയങ്ങൾ തുടരുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറച്ചുകൂടി ലിബറൽ ആക്കുക, അതുപോലെ സ്റ്റേറ്റിൻ്റെ നമ്മുടെ ഓരോ ഇതിൻ്റെയും നിയന്ത്രണം കുറയ്ക്കുക, ഇറക്കുമതിൻ്റെ നികുതി കുറയ്ക്കുക, അതുപോലെ വിദേശ നിക്ഷേപം എന്ന് പറയുന്നത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നരസിംഹ റാവുവും മൻമോഹൻ സിംഗും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ഈ നയങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഒരു സോഷ്യലിസ്റ്റ് രീതിയിൽ നിന്നുണ്ടായിരുന്ന ഇന്ത്യനെ കുറച്ചുകൂടി നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്വകാര്യ ബിസിനസ്, അതായത് നമ്മൾ പ്രൈവറ്റൈസേഷനിലൂടെ അതാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബിസിനസ്സൊക്കെ തന്നെ ആ ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തടസ്സങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യുക, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്പീഡാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ടോട്ടലായിട്ട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങളും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലെല്ലാം ചെന്നതോട് കൂടിയിട്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വരികയും ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ, ഇന്ത്യയെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുകയും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഗണ്യമായിട്ടുള്ള രീതിയിൽ ഒരു ഗ്രോത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു. അങ്ങനെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ തന്നെ വരികയും ടോട്ടൽ എക്കോണമി എന്ന് പറയുന്നത് വളരെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചിലൂടെ പോകുന്നു.
പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് നമ്മുടെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇനക്വാളിറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ചിട്ട് ഒരു ആശങ്കയോട് കൂടിയിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ടോട്ടലായിട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇന്ത്യ ദി റിപ്പബ്ലിക് എന്ന് പറയുന്ന 4th മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള നമ്മുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്ട് ഓഫ് 1935 പറഞ്ഞിട്ടുണ്ട്, അത് മറക്കരുത്, കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എമർജൻസിനെ കുറിച്ചിട്ടായിരുന്നു. എമർജൻസി, അതുപോലെ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും മറക്കരുത്. നരസിംഹറാവു മൻമോഹൻ സിംഗും ഇതിനകത്ത് വരുത്തിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ചേഞ്ചസിനെ കുറിച്ചിട്ടും നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇതൊക്കെ തന്നെ ഷോർട്ട് നോട്ടാക്കി മേക്ക് ചെയ്ത് വെക്കുക, എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ.